IPL കഴിഞ്ഞു. കൊൽക്കത്ത കപ്പ് നേടുകയും ചെയ്തു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത IPL വേണ്ടിയാണ്. അടുത്ത IPL മുന്നേ മെഗാ ഓപ്ഷൻ നടക്കുന്നുണ്ട്. ഒരു ടീമിൽ 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. ഇപ്പോൾ ഇതാ 10 ടീമുകളുടെയും സാധ്യത റീറ്റെയിൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ടീം ഡൽഹിയാണ്. ഡൽഹി നിലനിർത്തുന്ന താരങ്ങൾ ഋഷഭ് പന്ത്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജേക്ക് ഫ്രേസർ. രണ്ടാമത്തെ ടീം ഗുജറാത്താണ്. ഗുജറാത്ത് നിലനിർത്തുന്ന താരങ്ങൾ റാഷിദ് ഖാൻ, ഷമി, ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ. അടുത്ത ടീം കൊൽക്കത്തയാണ്. കൊൽക്കത്ത നിലനിർത്തുന്ന താരങ്ങൾ ആന്ധ്ര റസൽ, റിങ്കു സിംഗ്, വെങ്കടേഷ് അയ്യർ, സുനിൽ നരേൻ. അടുത്ത ടീം ലക്നൗ ആണ്. ലക്നൗ നിലനിർത്തുന്ന താരങ്ങൾ നിക്കോളാസ് പൂരൻ, മാർക്കസ് സ്റ്റോയിനസ്, രവി ബിഷ്ണോയ്, കൃണാൽ പാണ്ഡ്യ. രാഹുലിനെ ലക്നൗ റിലീസ് ചെയ്യുകയാണ്. അടുത്ത ടീം പഞ്ചാബാണ്. സാം കറൻ, അർഷദീപ് സിംഗ്, ശശാങ്ക് സിംഗ്, ഹർഷൽ പട്ടേൽ. അടുത്ത ടീം ഹൈദരാബാദ്. പാറ്റ് കമിൻസ്, ഹെൻറിച്ച് ക്ലാസൻ, അഭിഷേക് ശർമ്മ, ഭുവനേശ്വർ കുമാർ. ഇനി RCB ടീമിൽ വിരാട് കോഹ്ലി, കാമറോൺ ഗ്രീൻ, സിറാജ്, രജിത് പരിഡാർ. മാക്സ്വെലിനെ RCB ഒഴിവാക്കുകയാണ്. ഇനി മുംബൈ ടീമിൽ ബുംറ, ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ, ടിം ഡേവിഡ്. രോഹിത് ശർമ്മയെ മുംബൈ ടീം റിലീസ് ചെയ്യുകയാണ്. അടുത്തത് രാജസ്ഥാൻ ടീമാണ്. സഞ്ജു, ബട്ട്ലർ, ജയ്സ്വാൾ, ട്രെന്റ് ബോൾട്ട്. ഇവരെയാണ് രാജസ്ഥാൻ നിലനിർത്തുന്നത്. അവസാനത്തെ ടീം ചെന്നൈയാണ്. ജഡേജ, ഋതുരാജ്, ശിവൻ ദുബെ, പതിരാന. ധോണിയും രോഹിത് ശർമ്മയും ഒക്കെ ലേലത്തിലേക്ക് വരാൻ പോവുകയാണ്. ശേഷം ലേലത്തിൽ വെച്ചായിരിക്കും ടീമുകൾ തിരിച്ചു വിളിക്കുന്നത്. അടുത്ത IPL എല്ലാ ടീമുകളും അടിമുടി മാറാൻ പോവുകയാണ്. 4 താരങ്ങൾ മാത്രമേ ടീമിലുണ്ടായിരിക്കുള്ളൂ. ബാക്കിയെല്ലാം പുതിയ താരങ്ങളായിരിക്കും. രാജസ്ഥാൻ ടീം മികച്ച താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ബട്ട്ലറും ട്രെന്റ് ബോൾട്ടുമെല്ലാം അവരുടെ ടീമിലുണ്ട്. സഞ്ജുവിനെ ഇനി റിട്ടേൺ ചെയ്യാതെ റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.